നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 സ്പെയിനോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെട്ട് പുറത്തുപോയതോടെ പോർച്ചുഗലിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് കോച്ച് റോബർട്ടോ മാർട്ടിനസ് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇന്നലെ കളിക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ താൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതേ സംബന്ധിച്ചിടത്തോളം രണ്ട് രാജ്യങ്ങളുടെ, അതായത് ബെൽജിയത്തിൻ്റെയും പോർച്ചുഗലിൻ്റെയും ടാലൻറ്റഡ് ജനറേഷൻസുമായിട്ട് അദ്ദേഹം വേൾഡ് കപ്പിനെത്തി. ഒന്നും നേടാതെ അദ്ദേഹം ആ രണ്ട് ടീമുകളുടെ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുന്ന കാഴ്ചയാണ്. അദ്ദേഹത്തിന് ആകെ ഒരു ഇൻ്റർനാഷണൽ ട്രോഫിയാണുള്ളത്. അത് പോർച്ചുഗലിനോടൊപ്പം നേഷൻസ് ലീഗ് ജയിച്ചതാണ് എന്ന കാര്യം കൂടി ഓർക്കുക. എന്തായാലും സ്പെയിൻകാരനായിട്ടുള്ള റോബർട്ടോ മാർട്ടിനസ് പോർച്ചുഗലിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുന്നു. എന്നാൽ അദ്ദേഹം മാധ്യമങ്ങളിലൂടെ പോർച്ചുഗീസ് ആരാധകരോട് പറഞ്ഞത്, എല്ലാ പോർച്ചുഗീസ് പീപ്പിളിനോടും ഞാൻ പറയുന്നത്, നിങ്ങളുടെ പ്ലെയേഴ്സ് ഈ ദേശീയ ടീമിനായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് അഭിമാനിക്കുകയാണ് വേണ്ടത്. മാച്ച് എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ അർഹിച്ചിരുന്നു, പക്ഷേ സാധിച്ചില്ല. ഞങ്ങളുടെ ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ്, വേൾഡ് കപ്പിൽ ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് സ്പെയിനെതിരെ പുറത്തെടുത്തത്. സ്പെയിന് ടൂർണമെൻറ്റിൽ വൺ ഓഫ് ദി ഫേവറിറ്റ്സ് ആണ്. ബട്ട് നമ്മുടെ കൂടെ ആയിരുന്നില്ല ഭാഗ്യം എന്നേ എനിക്ക് പറയാനുള്ളൂ എന്നാണ് റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞത്. അതായത് അദ്ദേഹം ഭാഗ്യത്തെ പഴിക്കുകയാണ്. ഗോൺസാലോ റാമോസിനെ പോലെയുള്ള ഒരു സ്ട്രൈക്കറെ ബെഞ്ചിലിരുത്തി 90 മിനിറ്റും കളിപ്പിക്കാതെ, അതായത് കഴിഞ്ഞ കളിയിൽ ടീമിനൊക്കെ വിജയിപ്പിച്ചയാളാണ്, അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ പോലും ഇറക്കാതെ അങ്ങനെ ഇരുത്തി ടീം പരാജയത്തിലേക്ക് പോയതിനു ശേഷം അദ്ദേഹം പറയുകയാണ് ഭാഗ്യം നമ്മുടെ കൂടെ അല്ലായിരുന്നു എന്ന്. ഏതായാലും ഒക്കെ കഴിഞ്ഞല്ലോ, അദ്ദേഹം ഇതാ രാജിവെച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.